ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു കുട്ടി ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ്ങിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗേ. ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ. കാരണം രാവിലെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. ഇപ്പം കുറേ നാളുകളായിട്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വീട്ടിലുള്ള ദിവസമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. കാരണം എനിക്ക് വർക്കുണ്ട്, അതുപോലെ അമ്മയും ജോലിക്ക് പോവും, അച്ഛനും ജോലിക്ക് പോവും, അനിയത്തിയാണെങ്കിൽ ഹോസ്റ്റലിലുമാണ്. അച്ഛൻ അങ്ങനെ ലീവ് എടുക്കലൊന്നും ഇല്ല കേട്ടോ. അച്ഛൻ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന കാരണം അങ്ങനെ ലീവ് കാര്യങ്ങളൊന്നും അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ കുറവായിരിക്കും. കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് തീരെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ണിയും കൂടി ഹോസ്റ്റലിൽ നിന്ന് വന്നതുകൊണ്ട് അച്ഛനിന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. ഇന്നാർക്കും ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ളായിട്ട് അമ്മ തന്നെ ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അതിന് ശേഷം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകിയൊന്ന് റെഡിയായി. കാരണം എനിക്കിന്നൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി. കൂട്ടത്തിൽ ചായയും കൂടി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മെഴുകുതിരിയോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അടുക്കളയിൽ ഞാൻ വരുന്ന ടൈമിലൊക്കെ നേരെ ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ച് വയ്ക്കും. മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അകത്ത് കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് പോവില്ല അത്ര. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൂഡിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനും കഴിയത്രേ. ഞാൻ എവിടെയോ വായിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് സത്യമാണെന്ന് അറിയാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കൂടുതൽ സമയം കിച്ചണിലാണ്, അതുകൊണ്ട് കിച്ചണിൽ എന്നെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ നേരം വൈകി എഴുന്നേറ്റതുകൊണ്ട് തന്നെ പാലുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് വൈകുന്നേരത്തെ ചായ റെഡിയാക്കുന്നത്. എനിക്കും അമ്മയ്ക്കും ഉണ്ണിക്കുള്ള ചായ റെഡിയാക്കുന്നുള്ളൂ. അച്ഛനൊരു പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ കലക്കുന്നത്. അത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് കൊടുക്കും. ഷുഗറിന് വേണ്ടിയിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ. അച്ഛന് ഷുഗർ കുറച്ചുണ്ട്, അതുകൊണ്ട് അത് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചായ വെക്കൽ ഇത്തിരി ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പാൽ ചായ വെക്കൽ. കാരണം ഓരോരുത്തർക്ക് ഓരോ കടുപ്പാണ്. എനിക്കാണെങ്കിൽ നല്ല കടുപ്പം വേണം, അമ്മയ്ക്ക് തീരെ കടുപ്പം പാടില്ല, ഉണ്ണിക്കൊരു മീഡിയം കടുപ്പം മതി. അങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ചായ വെപ്പാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കടുപ്പ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. പക്ഷെ അമ്മയുടെ ഉണ്ണിയുടെയും അവർ വെക്കുമ്പോൾ കറക്റ്റാവും, ഞാൻ വെക്കുമ്പോൾ ശരിയാവാറില്ല കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന പ്ലാന്റൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും വേണ്ടാത്ത CC പ്ലാന്റ് ആണ് ഞാൻ കിച്ചണിൽ നിറച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആശാന്മാരെ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ എടുത്ത് വെക്കും. നിർബന്ധമില്ല കേട്ടോ, എങ്കിലും പെട്ടെന്ന് വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിൽ കൊള്ളിക്കുന്നതാണ്. ഈ തണലിലാണല്ലോ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് വളർച്ച വരില്ല. അതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ഒരു 10-15 മിനിറ്റ് വെയിലത്ത് വെക്കും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ നനച്ചും കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് നനവായിക്കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ചീഞ്ഞു പോവും. അതുകൊണ്ട് സുഖമാണ് കേട്ടോ. ഈ പ്ലാന്റ് കെയർ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അതുപോലെ ഹാങ്ങിങ് പോട്ടിൽ കുറച്ച് പോത്തോസും കൂടി വെച്ചിട്ടുണ്ട്. അവരെ പിന്നെ നമ്മൾ മിക്കപ്പോഴും നനച്ചു കൊടുക്കണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു ഞാൻ. CC പ്ലാന്റ് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം അതിന് കുറച്ചധികം വർക്കും കൂടി ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഹാങ്ങിങ് പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. കാരണം ചിലപ്പോൾ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ ദിവസമൊന്നും തുടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് എടുക്കുന്ന ദിവസങ്ങളിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് തൂക്കിയിടുന്നുണ്ട് കേട്ടോ. ഇനി CC പ്ലാന്റിന് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ആശാന്മാരുടെ ഇല കെയർഫുള്ളായിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇലയമ പെട്ടെന്ന് പൊടി പോലെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഭംഗി എന്ന് പറയുന്നത് ആ ഇലയാണ്. അപ്പം നമ്മൾ അതുപോലെ അത് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചാൽ തന്നെ ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്ക് ഒരു വട്ടം ഇതുപോലെ ആകെ പൊടി പിടിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ വൈകിട്ട് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. ക്ലീൻ ചെയ്ത് വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി. അതുകൊണ്ട് ഇലയൊക്കെ കെയർഫുള്ളായിട്ട് തുടച്ച് വൃത്തിയാക്കി അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുന്നുണ്ട്. CC പ്ലാന്റിൻ്റെ ഇല കെയർഫുള്ളായിട്ട് തുടയ്ക്കണമെന്ന് പറയുന്നത് അധികം കട്ടിയില്ലാത്ത ഇലകളായതുകൊണ്ട് നമ്മൾ പിടിക്കുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ അടുക്കളയിൽ ഒരു വിധമൊക്കെ സെറ്റാക്കിയതിന് ശേഷം പുറത്തും ഒരു ഹാങ്ങിങ് പോട്ട് കൊണ്ടുവന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. അതിനി നനച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അത് എടുക്കാനായിട്ട് എനിക്ക് എത്തില്ല, അതുണ്ണി തൂക്കി തന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് നനച്ച് മാത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇനി അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇവിടെ 2 നേരം ചോറ് വയ്ക്കൽ കൂട്ടാൻ വയ്ക്കലൊന്നുമില്ല. ഒറ്റ നേരം കൊണ്ട് തന്നെ ആ പണി തീർക്കും. അതുകൊണ്ട് ഇനി അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഉണക്കാൻ വെച്ച സാധനങ്ങൾ എടുക്കാനായിട്ട് ടെറസിൻ്റെ മുകളിൽ പോവാം കേട്ടോ.
നമ്മുടെ വീട്ടിൽ നല്ല മഞ്ഞൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വട്ടം അധികം കെയറൊന്നും കൊടുക്കാണ്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഒരു ദിവസം വെറുതെ ഒന്ന് പറിച്ച് നോക്കിയപ്പോണ്ട് കുറേ മഞ്ഞൾ ഉണ്ടായി നിൽക്കുന്നു കേട്ടോ. ആദ്യം ഇവിടെ നമ്മൾ ചട്ടിയിൽ മഞ്ഞൾ വെക്കാറുണ്ട് കേട്ടോ. ചട്ടിയിലല്ല, നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, ക്യാരി ബാഗ്, അതിൽ വെക്കാറുണ്ട്. അതിൽ വെച്ചിട്ട് ഇതുവരെ ഇത്ര അധികം മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കാണ്ട് ഒരെണ്ണം നിലത്തുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ മഞ്ഞൾ കിട്ടിയിട്ടോ. അല്ലെങ്കിലും ഒരുപാട് കെയർ കൊടുത്തൊരു സാധനം വളർത്തിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമില്ലാണ്ട് വളർന്നു വരുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചധികം മഞ്ഞൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ഉണക്കി പൊടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ ഉണക്കി പൊടിക്കുന്നത്. സാധാരണ നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങലല്ലേ പതിവ്. ഇതൊരു 200 ഗ്രാമൊക്കെ പൊടി എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അത് വെറുതെ നാശാക്കി കളയണ്ടല്ലോ, നമുക്കൊന്ന് ഉണക്കി നോക്കാം. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടല്ലോ, ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ കുറച്ച് മുളകും കൂടി ഉണ്ട് കേട്ടോ. അത് ചതയ്ക്കാനുള്ളതാണ്. അത് വീട്ടിൽ തന്നെ അമ്മ ചെയ്തോളും. മഞ്ഞൾ ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി പൊടിപ്പിക്കാം. ഇങ്ങനെ ചെയ്തു തരുമെന്ന് അറിയില്ല കേട്ടോ, കുറച്ചുള്ളതുകൊണ്ട് എന്തായാലും ഒന്ന് ചോദിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രിങ്കരാജ് ഞാൻ പറിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്, മുടി കൊഴിച്ചിൽ നല്ലതാണ്. അതും ഉണക്കിപ്പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതും ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, നാളെ എങ്ങാനും കൊണ്ടുപോയി പൊടിക്കണം. പിന്നെ ഗോതമ്പും കൂടി ഉണ്ട് കേട്ടോ. ഗോതമ്പ് നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ നാളെയും കൂടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് എന്തായാലും ബാക്കി സാധനങ്ങളും കൂടി ഒന്ന് ഉണങ്ങി കിട്ടണമല്ലോ, ഒരുമിച്ച് കൊണ്ടുപോയല്ലേ പൊടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്ത് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ബക്കറ്റ് കയറ്റലിറക്കൽ ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം നമ്മൾ സ്റ്റെപ്പിൻ്റെ സൈഡ് കെട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം കയറാനും ഇറങ്ങാനുമായിട്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് ഒതുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് പണിയും കൂടി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മുളകും, പിന്നെ ഈ വട്ടം പരീക്ഷണം പോലെ കുറച്ച് ക്യാബേജ് തൈയും കുറച്ച് കോളിഫ്ലവറിൻ്റെ തൈയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം സീസണാണ്, ഉണ്ടായി തുടങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്ലാന്റ് മാത്രം നിലത്തുനിന്ന് പൊന്തിയിട്ടില്ല കേട്ടോ. മുകളിൽ അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ടാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ കയറി നനയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നനച്ച ദിവസമാണ്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വെള്ളം ഉണ്ട് അത്യാവശ്യം. പിന്നെയും വെള്ളം ഒഴിച്ചില്ല കേട്ടോ. അങ്ങനെ ചെടിയൊക്കെ നോക്കി. പിന്നെ കുറച്ച് പുല്ല് അവിടെ ഇവിടെ മുളച്ച് നിൽക്കുന്നുണ്ട്. പുല്ല് വരുമ്പോൾ തന്നെ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് പറിച്ചെടുക്കൽ ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് അപ്പം തന്നെ പറിച്ച് കളയാറുണ്ട്. ഈ വിഭാഗം മൊത്തത്തിൽ അമ്മയുടെ വിഭാഗമാണ്. ഞാൻ നനച്ചു കൊടുക്കൽ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. വളമൊക്കെ ഇടാൻ അമ്മ തന്നെ കയറിക്കോളും. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ ഉണക്കാൻ വെച്ച സാധനങ്ങൾ എടുത്ത് നേരെ അടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് തുണികളുണ്ട്, അത് കൈയോടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. തുണി കൂടിക്കെടുക്കുന്നത് എനിക്ക് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടമല്ല. അമ്മ മടക്കി വെക്കാമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ വിചാരിച്ചു അമ്മ റെസ്റ്റ് എടുത്തോട്ടെ, എല്ലാ ദിവസം പണിക്ക് പോകുന്ന ആളല്ലേ, നമുക്കതങ്ങനെ മടക്കി വെക്കാമെന്ന്. എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് ടി വി വെച്ച് വെക്കും കേട്ടോ. എന്തെങ്കിലും സിനിമ കാര്യങ്ങളുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അല്ലാത്തപ്പോൾ ടി വി നോക്കലൊന്നും ഇല്ല കേട്ടോ. പണ്ടായിരുന്നു സിനിമാ പ്രാന്തൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം മൊത്തം പരസ്യമാണ് കേട്ടോ. എന്ത് ചാനൽ വെച്ചാലും കുറച്ച് കാണിക്കും, നമ്മളത് മറന്നു പോയതിന് ശേഷമായിരിക്കും അടുത്ത പാർട്ട് ഓഫ് സീൻ കാണിക്കുക. ബാക്കിയൊക്കെ പരസ്യമാണ്. അതുകൊണ്ട് ടി വി കാണൽ വളരെ കുറവാണ് കേട്ടോ. തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് പുറത്ത് പോവാം. പുറത്ത് മെയിനായിട്ട് പോകാനുള്ളത് ആദ്യം ലാബിലേക്കാണ് കേട്ടോ. കാരണം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവസ്ഥ എന്താണെന്ന് അറിയണമായിരുന്നു. കാരണം ഇപ്പോൾ ഭയങ്കര വെള്ളം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. എന്തായാലും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്. അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നേരെ നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കുള്ള തീറ്റ വാങ്ങാനാണ് കേട്ടോ. നമ്മൾ ചാക്കായിട്ടാണ് എടുക്കുക. ഇങ്ങനെ ലൂസായിട്ട് വാങ്ങുന്നത് നമുക്ക് ലാഭമല്ല കേട്ടോ. എപ്പോഴും വന്ന് വാങ്ങേണ്ടി വരും. ചാക്കാവുമ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ഇരുന്നോളും. പക്ഷേ ഇന്ന് എന്തോ ചാക്ക അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ എന്തായാലും തീറ്റ കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ കുറച്ച് ലൂസും വാങ്ങി വന്നു കേട്ടോ. നാളെ അവർ വീട്ടിൽ കൊണ്ട് തരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ബേക്കറിയിലേക്കാണ് വന്നത്. പരിപ്പുവട കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ ആഗ്രഹം കൊണ്ട് വന്നുകൊണ്ടാണെന്നറിയില്ല, അവക എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പാപ്പുവിനൊരു ബിസ്ക്കറ്റും ഞങ്ങളൊരു കേക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചില ടൈമിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ നോക്കിപ്പോകുന്ന ഒരു സാധനവും കിട്ടില്ല. പിന്നെ വൈകുന്നേരം ആയല്ലോ, അവരെന്തായാലും കഴിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് മീൻ വാങ്ങിക്കാനാണ്. മീൻ വാങ്ങാൻ പോയത് കുടുതയാണ്. പക്ഷെ നമുക്ക് കുടുത കിട്ടില്ല കേട്ടോ. വേറെ മീനുകളാണ് ഉള്ളത്. ചെമ്മീനും അതിലും വീട്ടിൽ വല്ലപ്പോഴും വാങ്ങാറുള്ളൂ. ഇപ്പം ഈ അടുപ്പിച്ച് കുറച്ച് ദിവസം കഴിച്ചതുകൊണ്ട് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. നാളെ കുടുത വരുന്ന പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. ബൈ.